ക്കുമായുള്ളതായ പിന്നെ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് സംസാരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു വാക്കുണ്ട്, ലയുഖ്സികല്ലാഹു അബദ. ഒരു കാലത്ത് നബിയെ തങ്ങൾക്ക് ഒരു പരാജയം ഉണ്ടാവില്ല. കാരണം എന്താ? നബിയെ തങ്ങൾ ഇന്നക ലതക്സിബുൽ മഅദൂം, എല്ലാ നിലക്കും പിന്നോക്കം നിന്നുള്ള ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ളതായ പ്രവൃത്തിയാണ് നബിയെ തങ്ങൾ ചെയ്യുന്നത്. തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ എണ്ണിപ്പറയാണ് ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തത്. അതിനുശേഷം വിശുദ്ധമാവുന്ന ഇസ്ലാം ശരീഅത്ത് വന്നപ്പോഴോ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെ മുഴുവനും പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏത് ദുരന്തങ്ങളുണ്ടായാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ ശാസ്ത്രീയമായ നിലക്ക് അവിടെയൊക്കെ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, എല്ലാ മതക്കാർക്കും മതമില്ലാത്തവർക്കൊക്കെ അതിലുൾപ്പെട്ട എല്ലാവർക്കും. ഉദാഹരണത്തിന് പറയാം, ഇപ്പോൾ അടുത്ത കാലത്ത് വയനാടുണ്ടായതായ ഒരു ദുരന്തം, ആ ദുരന്തത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇപ്പോൾ അടുത്ത ദിവസങ്ങളായി 764 ആളുകൾക്ക് അവിടെ ധനസഹായം ചെയ്തു. ആ 764 ആളുകൾക്ക് ധനസഹായം ചെയ്തത് മതം നോക്കിയിട്ടല്ല, എല്ലാ മതസ്ഥരും ആ കൂട്ടത്തിലുണ്ട്, മതം ഇല്ലാത്തവരാ കൂട്ടത്തിലുണ്ട്. അവർ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചാരിറ്റി അവർക്ക് ചെയ്യേണ്ടതായ ഗുണങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നും മുമ്പന്തിയിൽ നിന്നിട്ടുണ്ട്. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ചാരിറ്റി പ്രവർത്തനം എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമസ്തയോട് ബന്ധപ്പെട്ടുള്ളതായ ആ നിലക്കുള്ളതായ അറിവുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുള്ള നിർദ്ദേശം അനുസരിച്ചൊക്കെ ലോകമെമ്പാടുമുള്ളതായ ആളുകൾ അത് പ്രത്യേകിച്ച് കേരളക്കാർ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അധികം മുൻഗണന നൽകുന്നതും അത് ചെയ്തുകൊണ്ടിരിക്കുന്നതും। আরেকটা আমার প্রজেক্ট হচ্ছে আমরা সংস্থার মাধ্যমে অনেক চ্যারিটি কাজ করি। চ্যারিটি বলে তো গরিব লোককে সাহায্য করা, যাদের প্রকৃতির কোনো ডিসাস্টার হয় সেখানে সবাইকে সাহায্য করা, এরকম অনেক চ্যারিটি অ্যাক্টিভিটিস, অনেক কাজগুলি আমরা সংস্থার আন্ডারে করে। বিশেষভাবে আপনারা তো জানেন হুজুর সাল্লাল্লাহু আলাইহি ওয়াসাল্লামকে হিরা গুহার একটা ঘটনা ছিলেন, আপনারা তো জানেন। হুজুর সাল্লাল্লাহু আলাইহি ওয়াসাল্লাম খুবই ভয় করেছিলেন সেই টাইম। খাদিজা রাদিয়াল্লাহু তাআলা আনহা হুজুর সাল্লাল্লাহু আলাইহি ওয়াসাল্লামকে সাপোর্ট করেছেন এবং বললেন আপনাকে আল্লাহ তাআলা ছেড়বে না। কেন? আপনি অনেক ফকির এবং ইতিম বাচ্চাদেরকে সাহায্য করেছেন, আপনি অনেক চ্যারিটি অ্যাক্টিভিটিস করেছেন, তার জন্য আল্লাহ তাআলার সহযোগিতা এবং আল্লাহ তাআলা আপনাকে সাহায্য করবে। সে ঘটনা থেকে আমরা একটা ইন্সপিরেশন নিয়ে কেরালাতে অনেক চ্যারিটি কাজ আমরা করি। আপনারা তো জানেন কিছুদিন আগে, এক মাস আগে কেরালাতে একটা ওয়াইনাড বলে একটা অনেক বড় প্রকৃতির একটা ঘটনা হয়েছিল। সেখানে অনেক মুসলমান, গैर মুসলমান, হিন্দুদের অনেক নষ্ট হয়ে গেছে, আপনারা তো ভালো করে জানেন। সেখানে আমাদের সংগঠন সমস্ত কেরালা জমিয়তুল উলামার নেতৃত্বে 764 লোককে আমরা ইমদাদি ইকোনমিক্যাল ফিনান্সিয়াল সহযোগিতা আমরা করি। সেখানে আমরা সে মানুষের ধর্ম আমরা দেখেন, এটা শুধুমাত্র মুসলমানের জন্য নয়, মুসলমান হিন্দু যাদেরকে এই ডিসাস্টারে ঘটনাতে অনেক নষ্ট হয়ে যেতে সবাইকে তাদের ধর্ম বিনা দেখি আমরা সবাইকে আমরা সহযোগিতা, তাদেরকে আমরা হেল্প করি। তার জন্য আমাদের এই সংগঠনের আন্ডারে এরকম অনেক চ্যারিটি অ্যাক্টিভিটিস এবং কাজগুলি এখন পর্যন্ত চলছে।